വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസക്തി എന്നത് ഒരു നൂറ്റാണ്ടുകാലത്തെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ പ്രമാണ പാരമ്പര്യത്തിന്റെ തുടർച്ചയാണ്. ആദർശത്തിൽ കളങ്കം വരുത്തിയിട്ടില്ല, പ്രമാണ നിലപാടുകൾ വക്രീകരിച്ചിട്ടില്ല, പ്രമാണങ്ങളിലുള്ളത് മറച്ചു വച്ചിട്ടില്ല, അത് പറയണ്ട പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഈ ആദർശം സമൂഹത്തിനോട് പറയാൻ കൊള്ളുകയില്ല, പറയാൻ പറ്റുകയില്ല എന്ന ഒരു നിലപാടിലേക്ക് ഒരു നിമിഷം പോലും നീങ്ങിയിട്ടില്ല. സഹോദരങ്ങളെ, നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആത്മാർത്ഥമായി അഭിമാനത്തോടെ അൽഹംദുലില്ലാ, സർവസ്തുതിയും അള്ളാഹുവിനെന്ന് പറയാൻ സാധിക്കണം. നോക്കൂ, നിങ്ങൾ പല ആളുകളും സാമൂഹിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടുകയാണ്. മതബോധമില്ലാത്തവർക്ക് അതെങ്ങനെ പരിഹരിച്ചു കിട്ടാനാണ്? പല ആളുകളും കുടുംബ ശിഥിലീകരണങ്ങൾ നീക്കാനും ഒഴിവാക്കാനും വേണ്ടി വിയർപ്പൊഴുക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ച് ബോധമില്ലാത്തവർക്ക് അതെങ്ങനെ ശരിപ്പെടുത്താൻ സാധിക്കും? സാമ്പത്തിക രംഗത്ത്, രാഷ്ട്രീയ രംഗത്ത്, മക്കളുടെ വിഷയത്തിൽ, അതുപോലെ തന്നെ സഹപാഠികളുടെ വിഷയത്തിൽ, സഹപ്രവർത്തകരുടെ വിഷയത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കിട്ടാതെ പലരും വെപ്രാളപ്പെടുകയാണ്. അള്ളാഹു എന്ന ആ സത്യത്തിൽ നിന്ന് അതിനെ വിസ്മരിക്കുന്ന, അതിനെ മറന്നു കളയുന്ന ഒരു സ്വഭാവത്തിലേക്ക് എത്തിയാൽ സഹോദരങ്ങളെ, ഈ പ്രശ്നങ്ങൾക്കൊന്നും അറുതി ഉണ്ടാവുകയില്ല. ഒരു കാര്യം അടിവരയിട്ട് നാം മനസ്സിലാക്കണം. നാളെ അള്ളാഹുവിൻ്റെ കോടതിയിൽ അള്ളാഹു ഒരുക്കിയിട്ടുള്ള കൺകുളിർമയുടെ ലോകമാകുന്ന സ്വർഗത്തിലേക്ക് നയിക്കപ്പെടുന്നവരിൽ ഒരു കണ്ണിയായി, ഒരംഗമായി മാറാൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും സാധിക്കണമെങ്കിൽ ഈ വിഷയ സംബന്ധമായി, അഥവാ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനമായി പഠിപ്പിച്ചിട്ടുള്ള വിശ്വാസ കാര്യങ്ങളിൽ വ്യക്തത വരുത്തിയേ മതിയാകൂ. അതുമായി ബന്ധപ്പെട്ട് സമുദായം അനുഭവിക്കുന്ന പരീക്ഷണങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള പരിശ്രമങ്ങളിൽ, കഠിനാധ്വാനങ്ങളിൽ തൻ്റെ പങ്കാളിത്തം അറിയിച്ചേ മതിയാകൂ. ഇമാം മുസ്ലിം റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഒരു ഹദീസുണ്ട്. ആ ഹദീസ് വളരെ പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞു, തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി അർദൽ ഹസീരി ഔദൻ ഊദാ ഊദൻ ഊദാ. ഒരാള് തൻ്റെ ശരീരം പായയോട് ചേർത്ത് വെക്കുന്ന പോലെ, തൻ്റെ ശരീരം പായയിൽ കൊണ്ടുപോയി അമർത്തി വെച്ച പോലെ മനുഷ്യന്റെ മനസ്സുകളിൽ ഫിത്ന വന്നുകൂടുമെന്നാണ്, പരീക്ഷണങ്ങൾ വന്നടിയുമെന്നാണ്. ഫഅയ്യു ഖൽബിൻ ഉശ്രിബഹാ നുക്തത ഫീഹി നുക്തത്തുൻ സൗദാ. ആ പരീക്ഷണങ്ങളിൽ നിന്ന് ഏതെങ്കിലും പരീക്ഷണങ്ങളെ കോരിക്കുടിച്ചാൽ, ആ പരീക്ഷണങ്ങൾ കുടിച്ച് ദാഹം തീർക്കാമെന്ന് ഒരാൾ വിചാരിച്ചാൽ അയാളുടെ ഹൃദയം കറുത്തിരുണ്ട് പോകുമെന്നാണ്, അത് കരുവാളിച്ചു പോകുമെന്നാണ്, വാടിപ്പോകുമെന്നാണ്. വഅയ്യു ഖൽബിൻ അൻകറഹാ നുക്തത ഫീഹി നുക്തത്തുൻ ബൈളാ. ഓരോ പരീക്ഷണങ്ങൾ ചെറിയ രൂപത്തിലും വലിയ രൂപത്തിലും ഒന്നിന് പിറകെ ഒന്നായി കടന്നു വരുമ്പോൾ ഇതെന്റെ ജീവിതത്തിലേക്ക് പറ്റിയതല്ല, ആര് പറഞ്ഞാലും എനിക്കാവശ്യമില്ല, എത്ര വലിയവൻ പറഞ്ഞാലും എനിക്കാവശ്യമില്ല, ഇത് മതരംഗത്തും എനിക്കുള്ള പരീക്ഷണമാണ്, ആ പരീക്ഷണത്തെ എൻ്റെ മനസ്സിനെ ബാധിക്കുന്ന രോഗമായി എടുക്കാൻ ഞാൻ തയ്യാറല്ല എന്ന നിലപാടിലേക്ക് ഒരാൾ എത്തിയാൽ അയാളുടെ മനസ്സിൽ ഒരു വെളുത്ത പുള്ളി വരികയാണ്. വെളുത്ത പുള്ളിയാണ്, വെളുത്ത ഒരു ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ മനസ്സിന് കൊടുക്കുന്നത്. ഹത്താ യസീറൽ ഖൽബു അബ്യള മിസ്ല സഫാ. അങ്ങനെ അയാളുടെ മനസ്സ് തെളിഞ്ഞ ഒന്നായി മാറുന്നു, നല്ല വെണ്മയുള്ള, നല്ല പ്രകാശമുള്ള ഒന്നായി മാറുകയാണ്. ലാ തദുറുഹു ഫിത്നതുൻ മാദാമത്തിസ് സമാവാതു വൽ അർദ്. അടിവരയിട്ട് വളരെ ആലോചനയോടെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ചേർത്ത് വെക്കേണ്ടതാണ്. ഇത് വഹിയാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിച്ചു കൊടുത്ത ഈ കാര്യമുണ്ടല്ലോ, ഇതൊരിക്കലും കളവല്ല, അത് ശരിയാവുകയില്ല, അതെങ്ങനെയാണ് സംഭവിക്കുക എന്ന് ചിന്തിക്കേണ്ടതില്ല. അല്ലാഹു തീരുമാനിച്ചാൽ അത് മാത്രമാണ് നടക്കുക. ലാ തദുറുഹു ഫിത്നതുൻ മാദാമത്തിസ് സമാവാതു വൽ അർദ്. ആ ഫിത്ന ആകാശഭൂമികളോളം വലിപ്പമുള്ളതാണെങ്കിലും ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയിൽ ജീവിക്കുന്ന ദുർബലനായ ഒരു വിശ്വാസിയുടെ മനസ്സിനെ ആ ഫിത്ന പിടികൂടുകയില്ല, ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എന്നാലോ ആ ഫിത്നയെ കാര്യമാക്കാതെ,
ആ രോഗത്തെ പ്രശ്നമാക്കാതെ അതൊക്കെ എന്തുമാകട്ടെ ആരുമാകട്ടെ, ഞാൻ എൻ്റെതായ ഒരു ജീവിതത്തിലൂടെ, എൻ്റെതായ തീരുമാനത്തിലൂടെ, എൻ്റെതായ കാഴ്ചപ്പാടിലൂടെ ജീവിക്കുമെന്ന ഒരു ശാഠ്യം, ഒരു വാശി ആർക്കെങ്കിലും ഉണ്ടായാൽ, വൽ ആഖറു അസ്വദ മുറബ്ബദൻ കൽകൂസി മുജഹിയ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അയാൾ വെണ്ണീർ പോലെ, ചാരം പോലെ ആയിത്തീരുമെന്നാണ്. നോക്കൂ നിങ്ങൾ, എത്ര ഗൗരവകരമായ ഒരു താക്കീതാണ്. ഫിത്നയെ പേടിക്കാതെ മതപരമായി പലരും ഉണ്ടാക്കുന്ന ചെറുതും വലുതുമായ കുഴപ്പങ്ങളെ കണ്ടില്ല എന്ന് നടിക്കാതെ, അതൊക്കെ അനാവശ്യമാണ്, ആവശ്യമില്ലാത്തതാണ്, വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്ന ചിന്തയോടുകൂടി കഴിയുന്നവരെ ആലോചിക്കുക. വെണ്ണീറായി, ചാരമായി മനസ്സ് മാറ്റപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു.